Hello friends, welcome to my channel Civil Tips and Tricks for Civil Engineers. In this video, KWA exams lecturer grade 1 exams nalla useful ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പാർട്ട് 5 ഇതുകൂടെ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ ബ്രേസിംഗ്, ഷോൾഡറിംഗ്, പിന്നെ പവർ മെറ്റലർജിയാണ് എടുക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ പെർമനൻറ്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്. ഇത് വന്നിട്ട് വെൽഡിംഗ് പോലെ തന്നെ ഇത് ഒരു പെർമനൻറ്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ് തന്നെയാണ്. ഫില്ലർ മെറ്റലിലെ മെൽറ്റിംഗ് പോയിന്റ് വന്നിട്ട് 427 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ജോയിൻ ദി മെറ്റൽ. രണ്ട് മെറ്റൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേസിംഗ് യൂസ് ചെയ്യുന്നത്. ദ ഫില്ലർ ഈസ് നോൺ ഫെറസ്. ഫില്ലർ വന്നിട്ട് നോൺ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് ഉള്ള മെറ്റൽസ് എന്ന് പറയുന്നത് ഫെറസ്. നോൺ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽ എന്ന് പറയുന്നതാണ് നോൺ ഫെറസ്. അപ്പം ബ്രാസ്, ബോൺസ് ഒക്കെ വരും. The fused filler flows into the gaps by capillary action. Okay, filler വന്നിട്ട് ആ ഗ്യാപ്സിൽ കൂടെ ഫ്ലോ ചെയ്യും. എങ്ങനെ? കാപ്പിലറി ആക്ഷൻ വഴി. നമ്മൾ സർഫസ് ടെൻഷനിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് കാപ്പിലറി ആക്ഷൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. ഓക്കെ, ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വെൽഡിംഗ് ഇൻ സെൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മെൽറ്റിംഗ് ഓഫ് വർക്ക് പീസ്. ഇതിൽ വന്നിട്ട് മെൽറ്റിംഗ് ഓഫ് വർക്ക് പീസ് കാണത്തില്ല, പക്ഷെ വെൽഡിങ്ങിൽ മെൽറ്റിംഗ് ഓഫ് വർക്ക് പീസ് കാണും. ഇങ്ങനെയാണ് ബ്രേസിംഗ് ചെയ്യുന്നത്. ആദ്യം വന്നിട്ട് ഇതൊന്ന് ചൂടാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫില്ലർ മെറ്റലിൽ കൊണ്ടുപോകുന്നത്. ഒരു വർക്ക് പീസ് കൊണ്ടുപോയിട്ട് മെൽറ്റ് ചെയ്യും. SL നമ്പർ, ഫില്ലർ മെറ്റൽ, ടിപ്പിക്കൽ കോമ്പോസിഷൻ, ബ്രേസിംഗ് ടെമ്പറേച്ചർ, ബേസ് മെറ്റൽ. ഓക്കെ, ബ്രേസിംഗ് ചെയ്യേണ്ട ഫില്ലർ മെറ്റൽ, പിന്നെ അതിന് ടിപ്പിക്കൽ കോമ്പോസിഷൻ, പിന്നെ ബ്രേസിംഗ് ടെമ്പറേച്ചർ, ബേസ് മെറ്റൽ പറ്റി നോക്കാം. അലുമിനിയം ആൻഡ് സിലിക്കോണിന്റെ ടിപ്പിക്കൽ കോമ്പോസിഷൻ വന്ന് 90% അലുമിനിയം, 10% സിലിക്കൺ ആണ്. 600 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രേസിംഗ് ടെമ്പറേച്ചർ. ബേസ് മെറ്റൽ വന്നിട്ട് അലുമിനിയം. കോപ്പർ വന്നിട്ട് 99.9% കോപ്പർ ആയിരിക്കും. 1120 ഡിഗ്രി സെൽഷ്യസ് വന്നിട്ട് നിക്കൽ കോപ്പർ ആണ് ബേസ് മെറ്റലായിട്ട് കോപ്പറിന് യൂസ് ചെയ്യുന്നത്. കോപ്പർ ആൻഡ് ഫോസ്ഫറസിൽ വന്നിട്ട് 95% കോപ്പറും 5% ഫോസ്ഫറസും ആണ്. 850 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രേസിംഗ് ടെമ്പറേച്ചർ. ബേസ് മെറ്റൽ വന്നിട്ട് കോപ്പർ. കോപ്പർ ആൻഡ് സിങ്ക് വന്നിട്ട് ഫില്ലർ മെറ്റലായിട്ട് യൂസ് ചെയ്യുമ്പം അതിൽ 60% കോപ്പർ ആയിരിക്കണം, 40% സിങ്കും ആയിരിക്കണം. ബ്രേസിംഗ് ടെമ്പറേച്ചർ വന്നിട്ട് 925 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റീല്, കാസ്റ്റ് അയൺ, നിക്കൽ എല്ലാം വന്നിട്ട് ബേസ് മെറ്റലായിട്ട് യൂസ് ചെയ്യും. ഗോൾഡ് ആൻഡ് സിൽവർ വന്നിട്ട് 80% ഗോൾഡും 20% സിൽവറും ആയിരിക്കും. 950 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രേസിംഗ് ടെമ്പറേച്ചർ. സ്റ്റെയിൻലെസ് സ്റ്റീല്, നിക്കൽ അലോയ്സ് ഒക്കെ ബേസ് മെറ്റലായിട്ട് യൂസ് ചെയ്യും. നിക്കൽ അലോയ്സ് വന്നിട്ട് നിക്കലും ക്രോമിയം പിന്നെ വേറെ മെറ്റൽസും കാണും. പിന്നെ അതിൽ ബ്രേസിംഗ് ടെമ്പറേച്ചർ വന്നിട്ട് 1120 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീല്, നിക്കൽ അലോയ്സ് ഒക്കെ ബേസ് മെറ്റലായിട്ട് യൂസ് ചെയ്യും. സിൽവർ അലോയ്സ് വന്നിട്ട് സിൽവർ, കോപ്പർ, സിങ്ക്, കാഡ്മിയം. ഓക്കെ, അതിന് ബ്രേസിംഗ് ടെമ്പറേച്ചർ വന്നിട്ട് 730 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടൈറ്റാനിയം, മോണൻ, ഇൻകോണൽ, ടൂൾ സ്റ്റീൽ, നിക്കൽ എല്ലാം വന്നിട്ട് ബേസ് മെറ്റലായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് വന്ന് ഷോൾഡറിംഗ്.
ഷോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക് പഠിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാബിൽ ചെയ്യാൻ കാണും ഷോൾഡറിംഗ് എന്താണെന്ന്. ഓക്കെ, in this method the melting point of a filler is less than 427 degrees Celsius. ഇതിൽ മെൽറ്റിംഗ് പോയിന്റ് വന്നിട്ട് 427 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി അപ്ലൈഡ് ടു ജോയിന്റ് കോപ്പർ, സ്റ്റീൽ എക്സെട്ര. കോപ്പർ, സ്റ്റീൽ ഒക്കെ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. കോമൺലി യൂസ്ഡ് ആസ് ഫില്ലർ മെറ്റൽ, an alloy of lead and tin of 60% and 40%. lead വന്നിട്ട് 60%, tin വന്നിട്ട് 40% ആയിരിക്കും. It is commonly used in electronic industry. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലാണ് ഷോൾഡറിംഗ് വന്നിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രിക്കൽ കോമ്പണന്റ് സർക്യൂട്ട് ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോൾഡറിംഗ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇലക്ട്രിക്കലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ആ ഹീറ്റ് വന്നിട്ട് അതിൽ കൊടുത്തിട്ട് അല്ല ആദ്യം വന്നിട്ട് ഇലക്ട്രോണിക് കോമ്പണൻസ് അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഹീറ്റ് കൊടുത്തിട്ട് ആ മെറ്റലുമായിട്ട് ഹീറ്റ് കൊടുത്തിട്ട് പിന്നീട് കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്യും. ഉണ്ട് ആദ്യം വന്നിട്ട് സർക്യൂട്ട് എലിമെന്റ്സ് വെച്ചിട്ട് ആ ഹീറ്റ് വന്നിട്ട് കൊടുത്തിട്ട് എന്നിട്ട് സർക്യൂട്ട് എലിമെന്റ്സിന്റെ ആ ഭാഗത്ത് വെക്കും. ഇങ്ങനെയാണ് ഷോൾഡറിംഗ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന്. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പവർ മെറ്റലർജി. പവർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ the process of preparing finely powdered metallic powders and then producing various objects by adding suitable constituents. High pressure is applied and to press the mix into desired shape and mount. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നമ്മളെ പിക്ചർ ജിഫ് കാണുമ്പോൾ തന്നെ അറിയാം. പൗഡർ കണ്ട ഈ പൗഡർ വന്നിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മോൾഡിലോട്ട് പ്രസ് ചെയ്ത് കിട്ടുന്ന മെറ്റലാണ് മെറ്റലർജി. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്നത് മെറ്റലർജി. ആ പ്രോസസ്സിൽ ഫസ്റ്റ് വന്നിട്ട് മെറ്റൽ പൗഡർ ഉണ്ടാക്കും. എന്നിട്ട് ഇത് വന്നിട്ട് സൂട്ടബിൾ ഷേപ്സിലോട്ട് മാറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ടുള്ള കോൺസ്റ്റുവൻസ് ആഡ് ചെയ്തിട്ട് അല്ല ഹൈ പ്രഷർ കൊടുത്തിട്ടായിരിക്കും ആ മോൾഡിലോട്ട് കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് പ്രോസസ്സിൽ വെച്ച് കഴിഞ്ഞാൽ producing a metal powder of suitable grain size. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റൽ പൗഡർ വന്നിട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആഡിങ് suitable ലൂബ്രിക്കൻസ് ആഡ് ചെയ്താൽ ഈ മെറ്റൽ വന്നിട്ട് കറക്റ്റായിട്ട് ഫ്യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലോട്ട് വരത്തുള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ടു ക്രിയേറ്റ് സബ്സീക്വന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ പൗഡേർഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അതിൽ പ്രഷർ കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാകും. എങ്ങനെ? അടുത്തടുത്തുള്ള പൗഡേർഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ട്. അടുത്തത് പ്രിസിൻറ്ററിങ്. ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ പൗഡർ ടു സൂട്ടബിൾ ഗ്രെയിൻ സൈസ്. ആ പൗഡർ വന്നിട്ട് സൂട്ടബിൾ ഗ്രെയിൻ സൈസിലോട്ട് ഹീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ്സിന് പറയുന്നതാണ് പ്രിസിൻറ്ററിങ്. ഫിനിഷിംഗ് ടു ഗെറ്റ് ഫൈനൽ റിക്വയർഡ് സൈസ്. കറക്റ്റ് ആയിട്ടുള്ള റിക്വയർഡ് സൈസ് കിട്ടാനാണ് ഫിനിഷിംഗ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നത്? ബിയറിംഗ്സിൽ അപ്ലൈ ചെയ്യും. റിഫ്രാക്ടറി പാർട്സ് മെയ്ഡ് ഓഫ് ടങ്സ്റ്റൻ ആൻഡ് മോളിബിഡിനം. അറ്റോമിക് എനർജി ആപ്ലിക്കേഷൻസ്. ഗ്രൈൻഡിംഗ് വീൽസ്. എക്സ്ട്രീംലി ഹാർഡ് മെറ്റീരിയൽ with such as tungsten carbide etc. Electrical contents in automotive. Intricate shapes products such as special gear profiles etc. ഇവിടെ എല്ലാം വന്നിട്ട് അപ്ലൈ ചെയ്യും.
ഇതോടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ പ്ലാന്റ്സ് എന്താണെന്ന് കാണാം. Thank you and all the best for your exams.